വെൽക്കം ടു അവർ ക്ലാസ് ഓഫ് മൈക്രോബയോളജി. അപ്പോൾ ഇതുവരെയുള്ള സിലബസ് അനുസരിച്ചും ഒക്കെ നമുക്ക് മൈക്രോബയോളജി എന്നൊരു സെപ്പറേറ്റ് സിലബസ് വന്നിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം നോട്ടിഫിക്കേഷനിൽ ബയോകെമിസ്ട്രി മൈക്രോബയോളജി ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിനെയും കൂടെ റിക്രൂട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ മൈക്രോബയോളജി എന്നുള്ള ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് ഡീറ്റെയിൽഡ് സിലബസ് വരുന്നതിന് മുമ്പ് നമ്മൾ തന്നെ ഒരു ടെനേറ്റീവ് സിലബസ് നോക്കിയിട്ട് ഫണ്ടമെന്റൽസ് മൈക്രോബയോളജിയിൽ വരുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള ടോപ്പിക്സ് എടുക്കാം. അപ്പൊ ഇന്ന് മുതൽ മൈക്രോബയോളജി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ മൈക്രോബയോളജി എന്നാൽ എന്ത്? മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം റിലേറ്റഡ് ടു ബയോളജിയാണ്. ബയോളജി ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസംസിന്റെ സൂക്ഷ്മ അണുക്കളുടെ സ്റ്റഡിയെ പറ്റി പറയുന്ന ഒരു ശാസ്ത്രശാഖയാണ് മൈക്രോബയോളജി. മൈക്രോബയോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി. ബയോളജിയുടെ ഒരു ബ്രാഞ്ചാണ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസംസിന്റെ മാത്രം സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് മൈക്രോബയോളജി. ഈ മൈക്രോ ഓർഗാനിസംസ് എന്താണ്? മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത് ദേ ആർ ബയോളജിക്കൽ എൻറ്റിറ്റീസ് ടു സ്മോൾ ടു ബി സീൻ വിത്ത് ദ അൺഎയ്ഡഡ് ഐ. അതായത് നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഓർഗാനിസംസിനെയാണ് നമ്മൾ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഈ മൈക്രോ ഓർഗാനിസംസിനെ മറ്റൊരു പേരും കൂടി പറയും മൈക്രോബ്സ് എന്നും പറയും. അപ്പോൾ മൈക്രോബ്സ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ മൈക്രോബയോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ മൈക്രോബ്സ്. ആൻഡ് ദീസ് മൈക്രോ ഓർഗാനിസംസ് ആർ ഓർഗാനിസംസ് വിച്ച് ആർ ടു സ്മോൾ ടു ബി സീൻ വിത്ത് അവർ നേക്കഡ് ഐ. ഇനി മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ മൈക്രോബ്സിന്റെ സ്റ്റഡിയില് ജനറലി പറയുന്നതിനോടൊപ്പം തന്നെ മൈക്രോബ്സ് എന്താണ്, മൈക്രോബിയൽ സെല്ലുകൾ എന്താണ്, ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ സ്ട്രക്ചർ എന്താണ്, അതിന്റെ മെറ്റബോളിസം എങ്ങനെയാണ്. മെറ്റബോളിസം എന്ന് പറയുന്നത് ദ കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ഇസ് ടേക്കൻ പ്ലേസ് ഇൻ ആൻ ഓർഗാനിസം, അതിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. പിന്നെ ഡൈവേഴ്സിറ്റി, ജനറ്റിക്സ്, എവല്യൂഷൻ, ഇക്കോളജി ആൻഡ് ദ റോൾ ഇൻ ഇൻഫെക്ഷ്യസ് ഡിസീസസ്. ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് ഈ മൈക്രോബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ ഓർഗാനിസംസ്, നല്ല മൈക്രോ ഓർഗാനിസംസും ഉണ്ട്, നമുക്ക് രോഗം പരത്തുന്ന മൈക്രോ ഓർഗാനിസംസും ഉണ്ട്. ഇപ്പൊ ഹാംഫുൾ മൈക്രോ ഓർഗാനിസംസും ഉണ്ട്, ഹാംലെസ് മൈക്രോ ഓർഗാനിസം. അതിന് മൈക്രോബയോളജിയിൽ ഒരു ടേം പറയും പാത്തജനിക്, നോൺ പാത്തജനിക് എന്ന്. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കത് പറയാം. അപ്പോൾ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന് സഹായകരമായിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ നോൺ പാത്തജനിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഹാംഫുൾ അല്ലാത്ത, ഹാംലെസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് നോൺ പാത്തജനിക്. ഇനി ഈ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഒക്കെ ഉണ്ടാക്കുന്ന ഓർഗാനിസംസ് ആണ് പാത്തജനിക് മൈക്രോ ഓർഗാനിസംസ്. നമുക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയ, വൈറസ് എല്ലാം വരും. ഓക്കെ. അപ്പോൾ ഈ മൈക്രോബയോളജിന്ന് ഒരു ജനറൽ ടേം നമ്മൾ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നെങ്കിലും ഒരു മൈക്രോബിന്റെ സ്ട്രക്ചർ എന്താണ്, ആ മൈക്രോബിന്റെ ഓർഗാനിസത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് എന്താണ്, ജനറ്റിക്സ്, എവല്യൂഷൻ എല്ലാം കൂടെ ഉൾപ്പെട്ട് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് ബയോളജി ആണ് മൈക്രോബയോളജി. ഇനി മൈക്രോബയോളജി കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാരെ മൈക്രോബയോളജിസ്റ്റുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ടേംസ് ഓർത്ത് വയ്ക്കുക, ടേംസ് മാത്രം സ്ട്രെസ് ചെയ്ത് ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് വൺ ഇസ് മൈക്രോബയോളജി. മൈക്രോബയോളജി സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ മൈക്രോബ്സ്. മൈക്രോബ്സ് എന്താണെന്നുള്ളത്. പിന്നെ മൈക്രോബ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, പാത്തജനിക്കും നോൺ പാത്തജനിക്കും. പാത്തജനിക് എന്ന് പറയുന്നത് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള, ഹാംഫുൾ ആയിട്ടുള്ള ഓർഗാനിസത്തിനെയാണ് പാത്തജനിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഇനി ഈ മൈക്രോബയോളജിയെ കുറിച്ച് പഠിക്കുന്ന സയന്റിസ്റ്റുകളെ വിളിക്കുന്ന പേരാണ് മൈക്രോബയോളജിസ്റ്റ്. ഇനി അടുത്ത ഈ ഏറ്റവും ആദ്യം തന്നെ മൈക്രോബയോളജിക്കൽ റിസർച്ച് നടത്തിയ ഒരു സയന്റിസ്റ്റ് ആണ് ആന്റോണി വാൻ ലുവൻഹോക്ക്. ആന്റോണി വാൻ ലുവൻഹോക്ക്, അതായത് ഹീസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു സീ ബാക്ടീരിയ. ബാക്ടീരിയനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഡച്ച് മൈക്രോസ്കോപ്പിസ്റ്റ് ആണ് ആന്റോണി വാൻ ലുവൻഹോക്ക്. അതായത് സിമ്പിൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാണ് അദ്ദേഹം ആദ്യമായിട്ട് ബാക്ടീരിയസിനെ കണ്ടുപിടിച്ചത്. പേര് ഓർത്തു വയ്ക്കുക. മൈക്രോബയോളജിയിൽ ഏകദേശം ഒരു 5 സയന്റിസ്റ്റ് ആണ്
ഒരു ഹൈലി കോൺട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള 5 സയന്റിസ്റ്റിന്റെ പേരാണ്. അതിൽ ആദ്യം തന്നെ ഉള്ളത് ആന്റോണി വാൻ ലുവൻഹോക്ക് ആണ്. ആന്റോണി വാൻ ലുവൻഹോക്ക് ആണ് ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് അറിയപ്പെടുന്നത്. ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി. അതായത് ആദ്യമായിട്ട് ബാക്ടീരിയനെ കണ്ടെത്തിയ ആളാണ് ആന്റോണി വാൻ ലുവൻഹോക്ക്. യൂസ് ചെയ്തത് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണ്. സിമ്പിൾ മൈക്രോസ്കോപ്പിലൂടെ ആദ്യമായിട്ട് ബാക്ടീരിയനെ കണ്ടെത്തിയ സയന്റിസ്റ്റ് ആണ്, ഡച്ച് മൈക്രോസ്കോപ്പിസ്റ്റ് ആണ് ആന്റോണി വാൻ ലുവൻഹോക്ക്. ഇനി അത് കഴിഞ്ഞിട്ട് മൈക്രോബയോളജിയിലെ 4 പ്രശസ്തരായ സയന്റിസ്റ്റുമാർ കൂടി വന്നു. അത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലൂയിസ് പാസ്റ്റർ ആണ്. ഫ്രഞ്ച് കെമിസ്റ്റ് ആയിട്ടുള്ള ലൂയിസ് പാസ്റ്റർ ആണ്. അദ്ദേഹം വളരെയധികം കോൺട്രിബ്യൂഷൻസ് തന്നു. പാസ്റ്ററൈസേഷൻ, പിന്നെ വാക്സിൻസ്, അങ്ങനെയുള്ള കുറെ കോൺട്രിബ്യൂഷൻസ് ലൂയിസ് പാസ്റ്ററിന്റെ അടുത്തുനിന്ന് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ജർമ്മൻ ഫിസിഷ്യനായ റോബർട്ട് കോച്ച്, തേർഡ് സയന്റിസ്റ്റ് ആണ് റോബർട്ട് കോച്ച്. കോച്ച് എന്ന് പറയുന്നത് കോച്ച് പോസ്റ്റുലേറ്റ്സ് ഒക്കെ എന്ന് പറയുന്ന മൈക്രോബയോളജിക്കൽ തിയറീസ് ഒക്കെ കൊണ്ടുവന്നത് റോബർട്ട് കോച്ച് ആണ്. പിന്നെ ഡച്ച് മൈക്രോബയോളജിസ്റ്റ് ആയിട്ടുള്ള മാർട്ടിനസ് ബെയ്ജറിംഗ്. മാർട്ടിനസ് ബെയ്ജറിംഗ് ഒരു ഡച്ച് മൈക്രോബയോളജിസ്റ്റ് ആണ്. അദ്ദേഹം സോയിൽ മൈക്രോ ഓർഗാനിസത്തിനെ പറ്റിയായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റഡി. അദ്ദേഹം ഒരു ബാക്ടീരിയ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് ബാക്ടീരിയ ബെയ്ജറിംഗ്യ എന്നുള്ളൊരു പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനോടുള്ള ആദരവായിട്ട് ബെയ്ജറിംഗ്യ എന്നുള്ളൊരു ബാക്ടീരിയക്ക് പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റഷ്യൻ മൈക്രോബയോളജിസ്റ്റ് ആയ വിനോഡ് ഗ്രാസ്കി. വിനോഡ് ഗ്രാസ്കി എന്ന് പറയുന്നത് ഒരു റഷ്യൻ മൈക്രോബയോളജിസ്റ്റ് ആണ്. ഓക്കെ, പേരിങ്ങനെ ഓർഡറിൽ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഫസ്റ്റ് വൺ ഇസ് ആന്റോണി വാൻ ലുവൻഹോക്ക്, സെക്കൻഡ് ലൂയിസ് പാസ്റ്റർ, റോബർട്ട് കോച്ച്, ബെയ്ജറിംഗ്, വിനോഡ് ഗ്രാസ്കി. ഇത്രയും 5 സയന്റിസ്റ്റുകളാണ്, അല്ലെങ്കിൽ 5 മൈക്രോബയോളജിസ്റ്റുകളാണ് മൈക്രോബയോളജിയിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചേഞ്ചസും കോൺട്രിബ്യൂഷൻസും ഒക്കെ നടത്തിയ സയന്റിസ്റ്റ്. അതിൽ ആന്റോണി വാൻ ലുവൻഹോക്ക് ഇസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി. ഇനി ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി ആയിട്ട് ലൂയിസ് പാസ്റ്ററിനെയും പറയുന്നുണ്ട്. ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി എന്നിരുന്നാൽ തന്നെയും ആന്റോണി വാൻ ലുവൻഹോക്ക് ഇസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി. ഓർത്ത് വയ്ക്കാം, മൈക്രോബയോളജിയും ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ആന്റോണി വാൻ ലുവൻഹോക്ക്, ആൻഡ് ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി എന്നാണ് പറയുന്നതെങ്കിൽ ഇറ്റ് ഇസ് ലൂയിസ് പാസ്റ്റർ. ഇനി മൈക്രോബയോളജിയിൽ തന്നെ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു മൈക്രോബ്സ് എന്താണ്, മൈക്രോബിയൽ സെല്ലുകൾ എന്താണ്, സ്ട്രക്ചർ, ഫങ്ഷന്, ഡൈവേഴ്സിറ്റി, എവല്യൂഷൻ, പിന്നെ ഇൻഫെക്ഷ്യസ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ജനറലി പറയുന്ന ഇതാണ് മൈക്രോബയോളജി. ഈ മൈക്രോബയോളജിയിൽ സബ് ഡിസിപ്ലിൻസ് കൊടുത്ത് ഓരോന്നിനെയും ഏതൊക്കെയാണ് എന്നുള്ള പല പല ഡിസിപ്ലിൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റിൽ നോക്കാം, അഗ്രികൾച്ചർ അല്ലെങ്കിൽ സോയിൽ മൈക്രോബയോളജി. അതാണ് ഫസ്റ്റ് വൺ, അഗ്രികൾച്ചർ അല്ലെങ്കിൽ സോയിൽ മൈക്രോബയോളജി. സോയിൽ മൈക്രോബയോളജി എന്ന് കേൾക്കുമ്പോഴേ അറിയാം, സോയിലുള്ള അതായത് മണ്ണിലുള്ള മൈക്രോ ഓർഗാനിസംസ്, അതിന്റെ ഡൈവേഴ്സിറ്റി, അതിന്റെ പ്രോസസ്സുകളെ പറ്റി പഠിക്കുന്ന ഒരു മൈക്രോബയോളജിയുടെ സബ് ഡിവിഷൻ ആണ് സോയിൽ മൈക്രോബയോളജി അല്ലെങ്കിൽ അഗ്രികൾച്ചർ മൈക്രോബയോളജി. ഈ പറയുന്നത് മൈക്രോബയോളജിയുടെ സബ് ഡിവിഷൻസ് ആണ്, അത് ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് വൺ സോയിൽ മൈക്രോബയോളജി, ദ മൈക്രോബിയൽ പ്രോസസ്സസ് ആൻഡ് ഡൈവേഴ്സിറ്റി ഇൻ സോയിൽ. സെക്കൻഡ് വൺ ഇസ് അക്വാറ്റിക് മൈക്രോബയോളജി. അക്വാറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, റിലേറ്റഡ് ടു വാട്ടർ. Microbial processes in water and wastewater comes under the discipline aquatic microbiology. പിന്നെ ഒരു ഡിസിപ്ലിൻ ആണ് ബയോടെക്നോളജി, പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാല്യൂ പ്രോഡക്ട്സ് ബൈ ജനറ്റിക്കലി എൻജിനീയർഡ് മൈക്രോ ഓർഗാനിസംസ്. ജനറ്റിക്കലി എൻജിനീയർഡ് മൈക്രോ ഓർഗാനിസംസ് വെച്ച് ഹൈ വാല്യൂ പ്രോഡക്ട്സിനെയൊക്കെ പ്രൊഡക്ഷൻ ഒക്കെ നോക്കുന്ന ആ ഒരു ഡിസിപ്ലിൻ ആണ് ബയോടെക്നോളജി. ഫോർത്ത് വൺ ഇസ് ജീനോമിക്സ്, അതായത് മൈക്രോ ഓർഗാനിസത്തിന്റെ ജീനിന്റെ സീക്വൻസിങ്ങും അനാലിസിസും ഒക്കെ നടത്തുന്ന ഡിസിപ്ലിൻ ആണ് ജീനോമിക്സ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഇസ് ഇമ്മ്യൂണോളജി. ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത് ഇമ്മ്യൂൺ റെസ്പോൺസുകളെ പറ്റി. ഇപ്പോൾ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒരു ഹ്യൂമൻ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബാക്ടീരിയ ചെറുത്ത് നിൽക്കാനുള്ള ഇമ്മ്യൂൺ പവർ നമ്മുടെ ബോഡിയിൽ നാച്ചുറലി ഡെവലപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മുടെ ബോഡിയിലുള്ള വന്നിട്ടുള്ള ആ ബാക്ടീരിയയുടെയും നമ്മുടെ ബോഡി ഡെവലപ്പ് ചെയ്ത ഇമ്മ്യൂണിറ്റിയുടെയും ഒക്കെ ഒരു റിയാക്ഷൻസ്, അതിനെയൊക്കെ പറ്റി പഠിക്കുന്ന ഒരു ഡിസിപ്ലിൻ ആണ് ഇമ്മ്യൂണോളജി, റിലേറ്റഡ് ടു ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി. ഓർത്ത് വയ്ക്കാം.
ഇനി 6th വൺ ആണ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി. ഇൻഡസ്ട്രിയൽ എന്ന് പറയുമ്പോഴേ അറിയാം, മൈക്രോ ഓർഗാനിസത്തിന് ഇൻഡസ്ട്രിയൽ ആയിട്ട് യൂസുകൾ ഉണ്ടെങ്കിൽ അത് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി എന്ന് പറയും. അതായത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ആന്റിബയോട്ടിക്സ് ആൻഡ് കമോഡിറ്റി കെമിക്കൽസ്. ആന്റിബയോട്ടിക്സ് ആവാം, പിന്നീട് വാക്സിൻസ് ആവാം, അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷൻ, ഇതെല്ലാം വരുന്നത് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിയാണ്. അതായത് ആൽക്കഹോളിന്റെ പ്രൊഡക്ഷൻ, ബ്രെഡിന്റെ പ്രൊഡക്ഷൻ, ചീസിന്റെ പ്രൊഡക്ഷൻ, ഇതെല്ലാം കംസ് അണ്ടർ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി. The 7th one is medical microbiology. Medical microbiology deals with the pathogenic microorganisms. അതായത് ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ പറ്റി പഠിക്കുന്ന ഒരു സബ് ഡിസിപ്ലിൻ ആണ് മെഡിക്കൽ മൈക്രോബയോളജി. മെഡിക്കലിന് റിലേറ്റ് ചെയ്യുമ്പോഴേ ഓർക്കുക, ഡിസീസ് കോസിംഗ് ആണ്. ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ നേച്ചറിനെയും കൺട്രോളിനെയും ഒക്കെ പറ്റി പഠിക്കുന്ന സബ് ഡിസിപ്ലിൻ ആണ് മെഡിക്കൽ മൈക്രോബയോളജി. 8th വൺ is മൈക്രോബിയൽ ബയോകെമിസ്ട്രി. അതായത് ഈ മൈക്രോബ്സിന്റെ തന്നെ എൻസൈംസ് സെക്രീറ്റ് ചെയ്യുന്നതും കെമിക്കൽ റിയാക്ഷൻസും അതിന്റെ സ്ട്രക്ചറും ഒക്കെ പറ്റി പഠിക്കുന്നതാണ് മൈക്രോബിയൽ ബയോകെമിസ്ട്രി. 9th വൺ is മൈക്രോബിയൽ ഇക്കോളജി. മൈക്രോബിയൽ ഇക്കോളജി എന്ന് പറയുന്നത് ഒരു മൈക്രോ ഓർഗാനിസം, അതിന്റെ ഡൈവേഴ്സിറ്റി, അത് ഏത് എൻവയോൺമെന്റിലാണോ ജീവിക്കുന്നത് ആ എൻവയോൺമെന്റുമായിട്ട് ഉള്ള ആ ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെയൊക്കെ പറ്റി പഠിക്കുന്നതാണ് മൈക്രോബിയൽ ഇക്കോളജി. ഇപ്പം സോയില്, എയർ, വാട്ടറിലൊക്കെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പൊ ആ ഒരു മൈക്രോ ഓർഗാനിസവും സോയിലും മൈക്രോ ഓർഗാനിസം, വാട്ടർ, എയർ തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷനെയും അവിടെ ഉണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷൻസിനെയും റിലേഷൻഷിപ്പിനെയൊക്കെ പറ്റി പഠിക്കുന്നതാണ് മൈക്രോബിയൽ ഇക്കോളജി. 10th വൺ is മൈക്രോബിയൽ ജെനറ്റിക്സ്. അതായത് മൈക്രോബ്സിന്റെ ജീൻസ്, ഹെറിഡിറ്റി, ജനറ്റിക് വേരിയേഷൻസിനെയൊക്കെ പറ്റി പഠിക്കുന്നതാണ് മൈക്രോബിയൽ ജെനറ്റിക്സ്. 11th എന്ന് പറയുന്നത് മൈക്രോബിയൽ ഫിസിയോളജി. ന്യൂട്രീഷൻ, മെറ്റബോളിസം, ബയോ എനർജറ്റിക്സ് ഒക്കെ മൈക്രോബിയൽ ഫിസിയോളജിയിൽ വരും. 12th വൺ മൈക്രോബിയൽ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ നെയിമിങ്, മൈക്രോബ്സിന്റെ ക്ലാസിഫിക്കേഷൻ, നെയിമിങ് വരുന്നത് മൈക്രോബിയൽ സിസ്റ്റമാറ്റിക്സ് ആണ്. 13th മോളിക്കുലാർ ബയോളജി. മോളിക്കുലാർ ബയോളജി എന്ന് പറയുമ്പോൾ ന്യൂക്ലിക് ആസിഡ്, പ്രോട്ടീൻ, ജനറ്റിക് ഇൻഫർമേഷൻസിന്റെ ഒക്കെ പ്രോസസ്സിംഗ് നടത്തുന്നത് കംസ് അണ്ടർ മോളിക്കുലാർ ബയോളജി. ആൻഡ് 14th വൈറോളജി. അതായത് വൈറസിന്റെ ഇൻഫെക്ഷൻസ്, വൈറസ് പാർട്ടിക്കിൾസിനെയൊക്കെ പറ്റി പഠിക്കുന്ന സബ് ഡിസിപ്ലിൻ ആണ് വൈറോളജി. അപ്പോൾ മൈക്രോബയോളജി ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ഈ മൈക്രോ ഓർഗാനിസത്തിനെ പറ്റി പഠിക്കുന്ന സയന്റിസ്റ്റുകളെ വിളിക്കുന്ന പേരാണ് മൈക്രോബയോളജിസ്റ്റ്. അപ്പോൾ അതിന്റെ ഒരു സയന്റിസ്റ്റുമാര് ഒരു 5 പേരാണ് മൈക്രോബയോളജിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകിയിരിക്കുന്നത്. അത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആന്റോണി വാൻ ലുവൻഹോക്ക്. ഫസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് ബാക്ടീരിയനെ കണ്ടുപിടുത്തി. ഫോളോഡ് ബൈ ലൂയിസ് പാസ്ചർ, റോബർട്ട് കോച്ച്, ബെയ്ജറിംഗ്, വിനോഡ് ഗ്രാസ്കി. ഇത്രയും 5 സയന്റിസ്റ്റുമാരെ പേര് ഓർത്തു വയ്ക്കുക. അതിൽ ആന്റോണി വാൻ ലുവൻഹോക്ക് ആണ് ഇസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി. ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി ഈസ് ലൂയിസ് പാസ്ചർ. ഇനി മൈക്രോബയോളജിയുടെ ഇത്രയും സബ് ഡിവിഷൻസ് പറഞ്ഞു, എല്ലാം ഒന്ന് വായിച്ചു വെക്കുക. മൈക്രോബിയൽ സിസ്റ്റമാറ്റിക്സ് എന്ന് ഓർത്ത് വെക്കുക. ബാക്കിയെല്ലാം നമുക്ക് പേരുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. മൈക്രോബിയൽ സിസ്റ്റമാറ്റിക്സ് ഒന്ന് ഓർത്ത് വെക്കുക. ഇമ്മ്യൂണോളജി, ബയോടെക്നോളജി, അങ്ങനെയുള്ള കുറെ സബ് ഡിസിപ്ലിൻസ് മൈക്രോബയോളജിയിൽ വരുന്നുണ്ട്. ഇനി ഈ മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ്. മൈക്രോ ഓർഗാനിസത്തിനെ മെയിൻലി നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. യൂകാരിയോട്സ് എന്നും പ്രോകാരിയോട്സ് എന്നും. ഈ 2 ക്ലാസിഫിക്കേഷൻ ആണ് ബേസിക് ആയിട്ട് ഉള്ളത്. ബേസ്ഡ് അപ്പോൺ ദ ഡിഫൈൻഡ് സെൽ. ഒരു സെല്ലും ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസും ഉണ്ടെങ്കിൽ നമുക്ക് അതിന് യൂകാരിയോട്ട് എന്ന് വിളിക്കാം. ഇതാണ് എൻ്റെ ഒരു ഫിഗർ. ഇതൊരു സെല്ലാണ്, ഈ ഒരു ആനിമൽ സെല്ലാണ്. ഈ ഒരു സെല്ലും ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെല്ലിനെ പറയാം ഇറ്റ് ഇസ് എ യൂകാരിയോട്ടിക് സെൽ അല്ലെങ്കിൽ യൂകാരിയോട്ട്. ആ ഒരു ഓർഗാനിസത്തിനെ നമുക്ക് യൂകാരിയോട്ട് എന്ന് വിളിക്കാം. ഇനി ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസ് ആണ് പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. നോ വെൽ ഡിഫൈൻഡ്
ന്യൂക്ലിയസ് ആണ് പ്രോകാരിയോട്സ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷൻ. ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസും ഒരു സെല്ലും ഉള്ളത് യൂക്കാരിയോട്സും, ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ലാത്തത് പ്രോകാരിയോട്സും. ഇതാണ് സെന്റർ ഓഫ് ദ സെല്ലിസ് ന്യൂക്ലിയസ്. ഇതാണ് ന്യൂക്ലിയസ്. അപ്പൊ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് യൂക്കാരിയോട്ട് എന്ന് വിളിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ന്യൂക്ലിയസ് ഇല്ല. അതുകൊണ്ട് നമുക്കതിനെ പ്രോകാരിയോട്ട് എന്ന് വിളിക്കാം. ഇനി മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് 3 ഡൊമൈൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ബാക്ടീരിയ, സെക്കൻഡ് വൺ ഇസ് ആർക്കി, ആൻഡ് തേർഡ് വൺ ഇസ് യൂക്കാരിയ. ഇതില് ബാക്ടീരിയയും ആർക്കിയും ഈ പ്രോകാരിയോട്ട് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിലാണ് വരുന്നത്. എന്തുകൊണ്ടാണ്? അവർക്ക് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ന്യൂക്ലിയസ് ഇല്ല. പക്ഷെ യൂക്കാരിയ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഓഫ് മൈക്രോ ഓർഗാനിസംസ് കംസ് അണ്ടർ യൂക്കാരിയോട്സ് ബിക്കോസ് ദേ ഹാവ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. അപ്പോ മൈക്രോബിയോ ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷനിൽ 1 ബാക്ടീരിയ, 2 ആർക്കി, 3 യൂക്കാരിയ. അതിൽ ബാക്ടീരിയ ആർക്കിയും വരുന്നത് പ്രോകാരിയോട്സിലും യൂക്കാരിയ വരുന്നത് യൂക്കാരിയോട്സിലും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The bacteria and archaea, which is traditionally called prokaryotes, are structurally similar and do not typically contain a membrane-bound organelle. അതായത് ഓർഗനൽ എന്ന് പറയുന്നത് ഒരു സെല്ലിനകത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻസിനെയാണ് ഓർഗനൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഓർഗനൽസ്. ഈ ഒരു ഓർഗനൽസ് ഇല്ലാത്തതിനെയാണ് പ്രോകാരിയോട്ട് എന്ന് പറയുന്നത്. സെല്ലിനകത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻസിനെ പറയുന്ന പേരാണ് സെൽ ഓർഗനൽസ്. അപ്പോൾ അങ്ങനെ ഒരു ഓർഗനൽസ് ഇല്ലാത്ത ഓർഗാനിസംസ് ആണ് ഈ ബാക്ടീരിയയും ആർക്കിയും. അതുകൊണ്ട് അത് കംസ് അണ്ടർ പ്രോകാരിയോട്സ്. ഇനി ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസും അതിലെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു ഓർഗനൽസിന്റെ പ്രസൻസും ഉള്ളത് കൊണ്ട് അതിനെ യൂക്കാരിയ കംസ് അണ്ടർ യൂക്കാരിയോട്സ് എന്ന് പറയും. ഇനി ഈ യൂക്കാരിയയിലുള്ളത് വീണ്ടും സബ് ക്ലാസിഫിക്കേഷൻ ആണ്. ഫംഗസ്, പ്രോട്ടിസ്റ്റ്, ഹെൽമിന്ത് അല്ലെങ്കിൽ ചില വേംസ് ഒക്കെ യൂക്കാരിയോട്സ് ആണ്. അതിപ്പം ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഒന്നും കൂടി ഞാൻ കൺഫ്യൂഷൻ ഇല്ലാതെ പറയാം. മൈക്രോ ഓർഗാനിസത്തിനെ മെയിൻ ആയിട്ട് 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, പ്രോകാരിയോട്ടും യൂക്കാരിയോട്ടും. ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസും ഒരു സെൽ ബൗണ്ട് ഓർഗനൽസും ഉള്ളതിനെ യൂക്കാരിയോട്ട് എന്നും, അങ്ങനെ ഒരു സംഗതി ഇല്ലാത്തതിനെ പ്രോകാരിയോട്ട് എന്നും വിളിക്കുന്നു. ഇനി ഈ പ്രോകാരിയോട്സിന്റെ അണ്ടറിലാണ് വരുന്നത് ബാക്ടീരിയ, ആർക്കി. യൂക്കാരിയോട്ട് അണ്ടറിലാണ് യൂക്കാരിയ വരുന്നത്. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷൻ. ഇനി ഈ ബാക്ടീരിയ ആൻഡ് ആർക്കി എന്താന്ന് നോക്കാം. ഇനി ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എന്തിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന് ഫൈലോജനറ്റിക് ഡിസ്റ്റിങ്ഷൻ, സ്ട്രക്ചർ ആൻഡ് മോർഫോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ ബയോകെമിക്കൽ ട്രേറ്റ്. അതൊന്നും ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി, പക്ഷെ ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ എന്തിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഫൈലോജനറ്റിക് ഡിസ്റ്റിങ്ഷൻ എന്ന് വെച്ചാൽ അതിനെങ്ങനെ ഇവോൾവ് ചെയ്തു എന്നതിന്റെയൊക്കെ അർത്ഥത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്നാ പറയുന്നത്. പക്ഷെ അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. ബാക്ടീരിയ ആൻഡ് ആർക്കി സെൽസ് എക്സിസ്റ്റ് ഇൻ ദീസ് മേജർ മോർഫോളജിക്കൽ ഫോംസ്. ഈ 4 ഫോംസിലാണ് ബാക്ടീരിയ, ആർക്കി മറ്റുള്ള ഓർഗാനിസംസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഒരു സ്പെറിക്കൽ ഷേപ്പിലുള്ളതിനെ നമുക്ക് കോക്കസ് എന്ന് വിളിക്കാം. സ്പെറിക്കൽ ഫോമിലുള്ളതിനെ കോക്കസ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ വേർഡാണ്. അതിന്റെ പ്ലൂറൽ ആണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്, കോക്കസ്, കോക്കൈ. അപ്പോൾ ബാക്ടീരിയയും ആർക്കിയും എപ്പോഴും ഒന്നുകിൽ ഈ സ്പെറിക്കൽ ഫോമിലായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു റോഡ് ഷേപ്ഡ് ഫോമിലായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പൈറൽ ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത്. ബാക്ടീരിയയും ആർക്കിയും, അതായത് പ്രോകാരിയോട്സ്. ഇനി ഈ പ്രോകാരിയോട്സ് തന്നെ ഷേപ്പിന്റെ അനുസരിച്ചാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സ്പെറിക്കൽ ഷേപ്പ് ഉള്ളതിനെ നമ്മൾ കോക്കസ് എന്ന് വിളിക്കും. അത് സിംഗുലർ ആണ് കോക്കസ്, പ്ലൂറൽ കോക്കൈ. ഇനി ഒരു റോഡ് ഷേപ്പ് ഉള്ളതിനെ നമ്മൾ വിളിക്കും ബാസിലസ്. അതിന്റെ പ്ലൂറൽ ഫോം ആണ് ബാസിലൈ. ഇനി സ്പൈറൽ ഷേപ്ഡ് ഉള്ളത് സ്പൈറലം, പ്ലൂറല് സ്പൈറല്ല. രണ്ടും സ്പൈറൽ ഷേപ്പാണ്. ഇതിന് പറയുന്ന പേരാണ് സ്പൈറോക്കീഡ്സ്.
ഇപ്പോ ഒരു പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം. ഇപ്പൊ 3 ക്ലാസിഫിക്കേഷൻ ആണ് മൈക്രോ ഓർഗാനിസത്തിൽ വരുന്നത്: ബാക്ടീരിയ, ആർക്കി, യൂക്കാരിയ. ഇതിൽ ബാക്ടീരിയ ആർക്കിയുടെയും ഷേപ്പ് ആണ് നമ്മൾ പറഞ്ഞത്. കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. സ്പെറിക്കൽ ഷേപ്പ് ഉള്ളതിനെ കോക്കസ് എന്നും, റോഡ് ഷേപ്പ് ഉള്ളതിനെ ബാസിലസ് എന്നും, സ്പൈറൽ ഷേപ്പിലുള്ളതിനെ സ്പൈറൽ എന്നും വിളിക്കുന്നു. കോക്കസ് പ്ലൂറൽ കോക്കൈ, ബാസിലസ് ബാസിലൈ, സ്പൈറലം സ്പൈറല്ല ആൻഡ് സ്പൈറോക്കീറ്റ്സ്. ഇത്രയാണ് ഷേപ്പ്.